അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തകരുടെ സുഹൃത്തുക്കളുടെ നിരന്തരമായ അഭ്യർത്ഥന ഉണ്ട്. ഈ സാലിബാബുല്യ മൂജബാജി എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ സാലിബാബുല്യ മൂജബാജി എന്നൊക്കെ പറഞ്ഞാലേ എന്താണെന്ന് ഒന്ന് പറഞ്ഞെടുക്കണമെന്ന് നിരന്തരമായ അഭ്യർത്ഥന. അപ്പോ അതേതായാലും ഒന്ന് പറയാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പോ മൂജബാ ജ്യൂസി എന്നൊക്കെ പറഞ്ഞപ്പോ ചിലര് വിചാരിച്ചു അത് പുതിയൊരു ജ്യൂസിന്റെ പേരാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ എല്ലാവർക്കും സംഗതി ഒന്ന് മനസ്സിലായാല് കുഴപ്പമില്ല. അതായത് നമ്മൾ ഈ പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന സമയത്തെ പഠിക്കുന്ന ഒരു കിതാബ് ഉണ്ടല്ലോ, ഒരു വിഷയം, ഒരു കിതാബ് എന്നല്ല, ഒരു വിഷയമുണ്ട്. അതെല്ലാവർക്കും അറിഞ്ഞോളന്നില്ല, എന്നാലും കുറച്ചൊക്കെ ഓതാൻ പഠിച്ചു പോയ ആളുകൾക്ക് അറിയും ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തീരെ പഠിക്കാൻ പോകാത്ത ആളുകൾക്ക് അത് അങ്ങനെ ഒരു പിടുത്തം കിട്ടില്ല. അതായത് ഇൽമുൽ മന്തിഖ് എന്ന് പറഞ്ഞ് ലോജിക്കിന്റെ ഇൽമ പഠിക്കണ ഒരു ഫന്ന് പള്ളി ദർസിൽ ഉണ്ട്. മനസ്സിലായി? ആ ലോജിക്കില് രണ്ട് പാർട്ടായിട്ടാണ് പ്രത്യേകിച്ച് കാണുക. ഒന്നാമത്തെ പാർട്ടില് മൊത്തത്തിലാ ഇൽമ, മന്തിക്കിന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള നിയമങ്ങൾ പറയുന്ന ഇൽമാണ്. ചിന്തയിലുള്ള തെറ്റുകുറ്റങ്ങൾ വരാതെ ശരിയായ ഒരു ചിന്ത എങ്ങനെ രൂപപ്പെടുത്താം, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഇൽമാണ് ശരിക്കും ഇൽമുൽ മന്തിഖ് എന്ന് പറയുന്നത്. അപ്പോ ആ ഇൽമുൽ മന്തിഖിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് തസവ്വുരി, മറ്റേ തസ്ദീഖ് എന്നൊക്കെ പറയും. ഏതാവട്ടെ, അതൊക്കെ മുമ്പ് വിശദമായി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയത്തോ അല്ലല്ലോ നമ്മളുള്ളത്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഈ തസ്ദീഖിയായ ചർച്ചയുടെ ഭാഗത്ത് വരുന്ന ഒരുപാട് പ്രയോഗങ്ങളാണ് സാലിബ കുല്ലി, മൂജബ ജുസി, സാലിബ ജുസി എന്നൊക്കെ പറയും. അതായത് ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്ക് രണ്ടാമത്തെ ഭാഗത്തിൽ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു വിഷയം പറയുമ്പോൾ എങ്ങനെ പറയണം, ഒരു വാദം പറയുമ്പോൾ അത് എങ്ങനെ പറയണം, ഒരു വാദത്തിന്റെ പ്രതിവാദം എന്താണ്, ഇത്തരം വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൽമാണ്. അപ്പോ ഞാൻ എല്ലാം കൂടി പറയാൻ പറ്റൂല, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഈ മൂജബ ജുസി, സാലിബ കുല്ലി, അതല്ല നമ്മളെ വിഷയം. അതുകൊണ്ട് ഞാൻ പറയാം, ഈ മൂജബ ജുസി എന്ന് പറഞ്ഞാൽ എന്താണ്, സാലിബ കുല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഘടകങ്ങളെയും നിഷേധിച്ചു പറയുന്ന ഒരു വാചകത്തെയാണ് സാലിബ കുല്ലി എന്ന് പറയുന്നത്. പറഞ്ഞു തിരിഞ്ഞോ? ഉദാഹരണം ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാ ഘടകങ്ങളെയും നിഷേധിച്ചു പറയുക. ഉദാഹരണം പറയാം, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒറ്റ അഴിമതിക്കാരനും ഇല്ല എന്ന് പറയുക. മനസ്സിലായോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അഴിമതിക്കാരനും ഇല്ല എന്ന് പറയുന്നത് സാലിബ കുല്ലിയാണ്. കാരണം ഇല്ല എന്ന നിഷേധമാണ് അതിലുള്ളത്. ഒരാളും ഇല്ല എന്നത് വഴി എല്ലാ ഘടകങ്ങൾക്കും ആ നിഷേധം ബാധകമാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഹലോ, അത് സാലിബ കുല്ലിയാണ്. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? സാലിബ കുല്ലി പൊളിയാനും മൂജബ ജുസി മദീനാണ് അല്ലേ? ഇന്നത്തെ വാദപ്രയോഗത്തിൽ പറഞ്ഞതാ. സാലിബ കുല്ലി പൊളിയാൻ മൂജബ ജുസി മദീൻ. അതായത് ഒരു വാദിച്ച വാദത്തിന്റെ പൊരുള് സാലിബ കുല്ലിയാണ്. കാരണം ഒരു വാദിച്ച വാദത്തിന്റെ പൊരുൾ എന്താന്ന് വെച്ചാല്, മർക്കസിലെ ഷായർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകാൻ ഒരു സാധ്യതയും ഇല്ല അല്ലേ? അത് നബിയുടേതല്ലാന്ന് ഞങ്ങൾ തെളിയിക്കും, ഞങ്ങൾ സമർത്ഥിക്കും എന്നതിന്റെ അർത്ഥം എന്താ? അത് നബിയുടേതാകാൻ ഒരു സാധ്യതയും ഇല്ല. അങ്ങനെ നല്ലല്ലേ തെളിയിക്കാൻ പറ്റുള്ളൂ. അതെ, അതാണ്. അപ്പൊ ഇത് ഞാൻ രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ്. ഇതും സാലിബ കുല്ലിയാണ്. ഒരു സാധ്യതയുമില്ല, എല്ലാ സാധ്യതകളെയും നിഷേധിച്ചു. സാലിബ കുല്ലിയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം എടുക്കുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അഴിമതിക്കാരനും ഇല്ല. ഇത് പൊളിയാൻ എത്ര മതി? ഒരാൾ ഇങ്ങനെ വാദിച്ചാൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒറ്റ അഴിമതിക്കാരനും ഇല്ല എന്ന് വാദിച്ചാൽ അത് പൊളിയാൻ എന്ത് മതി?
രണ്ട് സാധ്യതയോടുള്ളത്. ഞാൻ രണ്ടെണ്ണം പറയാം, നിങ്ങൾക്ക് തിരിഞ്ഞുകൂടെ നോക്കട്ടെ, ഈ പറഞ്ഞൊക്കെ മനസ്സിലാണ്ടാറില്ലല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാവരും അഴിമതിക്കാരനാണെന്നാകണോ? ആണോ? വേണോ? എല്ലാവരും അഴിമതിക്കാരാണെന്ന് വേണോ? വേണ്ട. എന്ത് മതി? ഒറ്റ അഴിമതിക്കാരനും ഇല്ല എന്നത് പൊളിയാൻ ഒരു അഴിമതിക്കാരനുണ്ട് എന്ന് വന്നാൽ മതി. കേട്ടോ, ഒരു അഴിമതിക്കാരൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കഥയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ ഇല്ല എന്ന നിഷേധാർത്ഥമല്ല, നേരെ മറിച്ച് ഒരു കാര്യത്തെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല. അതിനാണ് മൂജബ എന്ന് പറയുന്നത്. സാലിബ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. മനസ്സിലായോ? അപ്പൊ സാലിബയുടെ ഓപ്പോസിറ്റ് മൂജബയാണ്. പിന്നെ സാലിബ കുല്ലിയായിരുന്നു, നിഷേധം എല്ലാ ഘടകങ്ങൾക്കും ബാധകമായിരുന്നു. മൂജബ ജുസ്ഇയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഘടകങ്ങൾക്കും ബാധകമല്ല, ചില ഘടകങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന ഒരു കഥയേക്കാണ്, പ്രയോഗത്തിനാണ് മൂജബ ജുസ്ഇ എന്ന് പറയുന്നത്. ജുസ്ഇ എന്ന് പറഞ്ഞാൽ രണ്ടിലും അങ്ങനെയുണ്ട്, ചിലതിന് മാത്രമേ ബാധകമാകൂ. അപ്പൊ നമ്മൾ പറയും സാലിബ കുല്ലി പൊളിയാൻ മൂജബ ജുസ്ഇ മതി എന്ന് പറയും. അതാണ് സാലിബ കുല്ലിന്റെ നെട്ടീവ്. നെട്ടീവ് എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് മൂജബ ജുസ്ഇ ആണെന്ന് പറയുന്ന അർത്ഥം. അപ്പൊ മനസ്സിലായോ? ഇതിന്റെ ബാക്കി നാളെ പറയണമെന്ന് അറിയരുത്. ഇൽമുൽ മന്തിക്കിന്റെ ക്ലാസ് റൂമിൽ ഒന്നും എടുക്കാൻ കഴിയില്ല. അതാണ് ഈ പറഞ്ഞത് കേട്ടാ. അപ്പൊ സാലിബ കുല്ലിന്റെ നെറ്റീവ് മൂജബ ജുസി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താ അറിയോ? നമ്മൾ പറഞ്ഞ വാദത്തിന്റെ പേരിൽ നോക്കൂ നിങ്ങൾ. നമ്മളെ വിഷയത്തിക്ക് വരിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞാൽ അത് പൊളിയാൻ എന്ത് മതി? ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടായാൽ മതി. മനസ്സിലായോ? ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടായാൽ അത് പൊളി. അതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ വാദത്തിന്റെ പൊരുൾ അത് സാലിബ കുല്ലിയാകുന്നു. എല്ലാ സാധ്യതകളെയും നിഷേധിക്കുന്ന തരത്തിൽ ഞങ്ങൾ പറഞ്ഞ. കാരണം അതല്ലാന്ന് ഞങ്ങൾ തെളിയിക്കുന്ന ഞങ്ങൾ പറഞ്ഞേ. അല്ലാന്ന് തെളിയിക്കണമെങ്കിൽ എന്താകണം? എല്ലാ സാധ്യതകളും ഇല്ലാതെയാകണം. അപ്പൊ അതിന്റെ നെറ്റീവ് മൂജബ ജുസി മതി. ഏതെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഞാനിപ്പോ ഈ വൈകിയ സമയത്ത് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്നിനി രാത്രി ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി പോയി കിടന്നുറങ്ങി നമ്മളെ ഇഷ്കു മദീനൊക്കെ ഒന്നും ഉറക്കം വരില്ല. എന്താണ് ഈ സാലിബ കുല്ലി? എന്താണ് ഈ സാലിബ കുല്ലി? എന്താണ് ഈ മൂജബ ജുസി? ഇങ്ങനെ ആലോചിച്ചിട്ടേ രാത്രി ഉറക്ക് വരാത്ത ഒരു പ്രശ്നം ഉണ്ടാവും. നേരം വെളുക്കുമ്പോ സാധാരണ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് കേൾക്കുന്നതിന് പകരം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ടല്ലോ എല്ലാരും ഇങ്ങനെ ഇത് കേൾക്കുക. നാളെ നേരം വെളുക്കുമ്പോൾ നീക്കുമ്പോ തന്നെ ഈ സാലിബ കുല്ലി ഇപ്പൊ എന്താ, മൂജബ ജുസി എന്താന്നുള്ള ആലോചനയ്ക്കാണ്. അപ്പൊ അത് വേണ്ട എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ സംഗതി പറഞ്ഞത്. ഏതായാലും ക്ലാസ് റൂമില് ഇന്ന് ലൈവ് കേട്ട ആളുകൾക്ക്, ക്ലാസ് റൂമിലൂടെ ബൈലക്സിലൂടെ ഇന്ന് ലൈവ് കേട്ട ആളുകൾക്ക് എന്തായാലും ഈ സാലിബ കുല്ലി മൂജബ ജുസി എന്നൊക്കെ പറഞ്ഞാൽ എന്താന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിപ്പോ എന്തായി? എല്ലാവർക്കും കൊണ്ട് തീർന്നു. ഏതായാലും അങ്ങനെ പല വർത്താനങ്ങളും നമ്മളെ ഭാഷയിൽ ഉണ്ടാകും കേട്ടോ. അത് ഇൽമുൽ മന്തിഖിന്റെ ഇസ്തിലാഹിയായ പ്രയോഗങ്ങളാണത്. അതെല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല. ഏതായാലും രണ്ടെണ്ണം നമ്മൾ ഇന്ന് പഠിച്ചല്ലോ.